ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന 40,000 രൂപയുടെ ബഡ്ജറ്റിൽ നമുക്ക് ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പി സി ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പി സി നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് പറയുന്നതാണ്. ഈ ഒരു പി സിയുടെ ബെഞ്ച് മാർക്സ് കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വാല്യുബിൾ ആയ ഇപ്പോഴത്തെ ടൈമിൽ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസൊക്കെ വളരെ അധികം ഹൈ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ടൈമിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ ആയ ഒരു പി സി ബിൽഡാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പി സിക്കകത്ത് ഉപയോഗിക്കാൻ പോകുന്ന കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പി സിക്കകത്ത് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഇൻ്റൽ i5-11400F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. ഇപ്പോഴും ഇതൊരു വാല്യുബിൾ ആയ ഒരു പ്രൊസസ്സർ തന്നെയാണ് നമുക്ക് ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ കാര്യം. ഇതിനകത്ത് നമുക്ക് 6 കോറും 12 ത്രെഡും വരുന്നുണ്ട്. അതായത് നമുക്ക് സ്ട്രീമിംഗ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും 3D റെൻഡറിങ് ചെയ്യാനും ഈ ഒരു പ്രൊസസ്സർ ഇപ്പോഴും വാല്യുബിൾ ആണ്. ഇതിൻ്റെ ബേസ് ക്ലോക്ക് നോക്കുകയാണെങ്കിൽ 2.60 GHz ടെർബോ വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കിട്ടുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഗ്രാഫിക്സ് കാർഡ് ഇൻക്ലൂഡ് ചെയ്താൽ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത എന്തായാലും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് സീരീസിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ്. ഗിഗാബൈറ്റിൻ്റെ B560M ഗെയിമിംഗ് HD എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് 2 RAM സ്ലോട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 2 M.2 NVMe സ്ലോട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗിഗാബൈറ്റിൻ്റെ മദർ ബോർഡിലൊക്കെ സാധാരണ കിട്ടുന്ന പോലെ തന്നെ RGB ഫ്യൂഷൻ സപ്പോർട്ട് കൂടി നമുക്ക് ഈ ഒരു മദർ ബോർഡിൽ കിട്ടുന്നുണ്ട്. നമ്മൾ RGB ഫാനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിഗാബൈറ്റിൻ്റെ RGB സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. RGB കളേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഈ ഒരു മദർ ബോർഡിൽ വരുന്നത്. അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ WD-യുടെ ഗ്രീൻ SN350 എന്ന് പറയുന്ന 500 GB ഒരു NVMe SSD ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 2400 1000 MB ആണ് ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. വളരെയധികം ഫാസ്റ്റായ ഒരു പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊരു 40,000 രൂപയുടെ ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ഒരു 500 GB NVMe ഒതുക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 250 ഒരു NVMe എടുത്തിട്ട് 1 TB ഹാർഡ് ഡിസ്ക് എടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അധികം ബഡ്ജറ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു 40 രൂപയിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. എന്തായാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മളിവിടെ ബഡ്ജറ്റ് സീരീസിലുള്ള റാമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. AMD XPG GAMX D30 എന്ന് പറയുന്ന വളരെയധികം വില കുറഞ്ഞ വാല്യുബിൾ ആയ ഒരു റാമാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. 8 GB 3200 MHz ഒരു റാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഇത്രയും കുറഞ്ഞ പ്രൈസിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് റാം തന്നെയാണ്. അടുത്ത നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്ന പവർ സപ്ലൈ നോക്കുകയാണെങ്കിൽ 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ് ആൻറ്റി സ്പോർട്സിൻ്റെ. അപ്പോൾ എന്തായാലും നിങ്ങൾ 80+ ബ്രോൺസ് പവർ സപ്ലൈ തന്നെ എടുക്കണം. അതുപോലെ തന്നെ നമ്മളിത് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമായിരിക്കും. സോ അടുത്ത നമുക്ക് ഈ ഒരു പി സിക്കകത്ത് ബെസ്റ്റ് എയർ ഫ്ലോയ്ക്ക് വേണ്ടി നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് സെബ്രോണിക്സിൻ്റെ ABIT എന്ന് പറയുന്ന ഗെയിമിംഗ് പ്രീമിയം ക്യാബിനറ്റാണ്. ഇതിനകത്ത് നമുക്ക് 4 RGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 3 RGB ഫാൻസും റെയർ ഒരു RGB ഫാനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു എയർ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാബിനറ്റ് കൂടിയാണിത്. കാര്യം നമുക്ക് ഇതിനകത്ത് RGB ഫാൻസ് നമ്മൾ അഡീഷണൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു ബഡ്ജറ്റിൽ. അപ്പോൾ അത്യാവശ്യം എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അടുത്തതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ഗ്രാഫിക്സ് കാർഡ് നോക്കാം. കാര്യം ഗ്രാഫിക്സ് കാർഡാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഗെയിം ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് വളരെയധികം 3D സോഫ്റ്റ്വെയറൊക്കെ നമ്മൾ റെൻഡർ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇതിനകത്ത് ചൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIA Quadro T400 2GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് തള്ളിക്കളയുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാര്യം ഇതൊരു വളരെയധികം വാല്യുബിൾ ആയ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. 2GB ആണെന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. GT 1030യേക്കാളും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൽ പെർഫോമൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ GTA 5 കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സെറ്റിംഗ്സ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 100 FPS മുകളിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഹൈ സെറ്റിംഗ്സ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 60 above FPS GTA 5 ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗോഡ് ഓഫ് വാറും ഡേയ്സ് ഗോണുള്ള ഗെയിംസും അതുപോലുള്ള ഗെയിംസൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റുന്നതാണ്. സ്ട്രീം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് സ്ട്രീം ചെയ്യാം. ഇതിനകത്ത് എൻകോഡർ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു എൻകോഡർ അത്രത്തോളം നല്ലതല്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രൊസസ്സർ യൂസ് ചെയ്തുകൊണ്ട് സ്ട്രീം ചെയ്യാൻ പറ്റും. X264 എന്ന് പറയുന്ന ഓപ്ഷൻ OBS സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്ട്രീം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വളരെയധികം വാല്യുബിൾ ആയ ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഗെയിമിങ് ചെയ്യാം, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാം, സ്ട്രീം ചെയ്യണമെങ്കിലും സ്ട്രീമിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഓപ്ഷൻസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പി സിക്കകത്ത് റാം അഡീഷണൽ ഒരു 8 GB ആഡ് ചെയ്യാം 3200 MHz. അതുപോലെ തന്നെ നിങ്ങൾക്ക് M.2 NVMe 2 സ്ലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 TB M.2 NVMe ഫ്യൂച്ചറിൽ ആഡ് ചെയ്യാം. ഇതിനകത്ത് വളരെയധികം പെർഫോമൻസ് കൂടുന്ന ഒരു കാര്യമാണ് ഗ്രാഫിക്സ് കാർഡ് എന്നുള്ളത്.
നിങ്ങൾക്ക് പവർ സപ്ലൈ ചേഞ്ച് ചെയ്യാതെ തന്നെ RTX 3050 ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു PC-ക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ വളരെയധികം അപ്ഗ്രേഡബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ CPU ഒരുപാട് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 240mm അല്ലെങ്കിൽ 360mm ലിക്വിഡ് കൂളർ ആ ഒരു ബഡ്ജറ്റ് കിട്ടാവുന്ന ലിക്വിഡ് കൂളർ കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. വൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെയധികം നല്ല അപ്ഗ്രേഡബിലിറ്റി ഉള്ള ഒരു ഫ്ലെക്സിബിൾ ആയ ഒരു PC ബിൽഡ് തന്നെയാണ് 40,000 രൂപയ്ക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.